നാഥനില്ല കളരിയായി പുനലൂർ കെ.എസ്.ആർ.ടി.സി ഡിപ്പോ. കഴിഞ്ഞ 5 മാസമായി ഡിപ്പോയിൽ എ.ടി.യുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. കെ.എസ്.ആർ.ടി.സി സ്ക്വാഡിന്റെ മിന്നൽ പരിശോധനയുടെ ഭാഗമായി സസ്പെൻഷൻ നടപടികൾക്ക് വിധേയമായതിനെ തുടർന്നാണ് പുനലൂർ ഡിപ്പോയ്ക്ക് എ.ടി.ഒയെ നഷ്ടമായത്. കൊട്ടാരക്കര ഡി.ടി.ഒയ്ക്കാണ് പുനലൂർ ഡിപ്പോയുടെ താൽക്കാലിക ചുമതലയും നൽകിയിരിക്കുന്നത്. എ.ടി.ഒയുടെ അഭാവത്തിൽ പുനലൂർ ഡിപ്പോയുടെ പ്രവർത്തനങ്ങൾ താറുമാറായ അവസ്ഥയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാർച്ചിൽ ഡിപ്പോകളിൽ പരിശോധനകൾ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം എത്തിയപ്പോൾ പുനലൂർ ഓഫീസിലെ ലൈറ്റുകളും ഫാനുകളും ജീവനക്കാർ ഇല്ലാത്ത സമയങ്ങളിലും പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കി. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും തുടർന്ന് എ.ടി.ഒയ്ക്കെതിരെ നടപടി സ്വീകരിക്കുകയുമായിരുന്നു. എന്നാൽ തസ്തിക ഒഴിഞ്ഞുകിടന്നിട്ടും ഇതേവരെയും പുനലൂരിലേക്ക് പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കുവാനും അധികൃതർ തയ്യാറായിട്ടില്ല. ഇതോടെ ജീവനക്കാരുടെ വിവിധ രേഖകളും സർവീസ് സംബന്ധമായ സേവനങ്ങളും ബസ്സുകളുടെ ക്രമീകരണവുമെല്ലാം താറുമാറായിരിക്കുകയാണ്. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിന് സമീപത്ത് തന്നെയാണ് പുനലൂർ ഡിപ്പോയും പ്രവർത്തിക്കുന്നത്. അന്തർ സംസ്ഥാന സർവീസുകളും കേരളത്തിലെ പ്രധാന നഗരങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളും പുനലൂരിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പുനലൂർ എം.എൽ.എ. പി.എസ്. സുബാലിനും ഇടതുമുന്നണിക്കും ശക്തമായ സ്വാധീനമുള്ള പുനലൂരിൽ എ.ടി.ഒ ഇല്ലാതായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട്. വകുപ്പ് മന്ത്രിയും സ്ഥലം എം.എൽ.എയും തമ്മിലുള്ള ഉൾപാർട്ടി രാഷ്ട്രീയമാണ് ഡിപ്പോയുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും സൂചനയുണ്ട്. ഫോക്സ് ടി.വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.